പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗാരോഹണ പെന്തക്കൊസ്തി അനുഭവത്തിലേക്കുള്ള ധ്യാന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് യഥാർത്ഥ ഹൃദയസമാധാനവും ആനന്ദവും പകരുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രശ്നസങ്കീർണമായ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ നിരാശയിലും കടുത്ത മാനസിക സംഘർഷത്തിലുമായിരിക്കുന്ന ജീവിത വ്യഗ്രതകളും നിരവധിയായ ആകുലതകളും കാരണം മനസമാധാനമില്ലാതെ വേദനിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇപ്രകാരമുള്ളവർക്ക് യഥാർത്ഥമായ ഹൃദയസമാധാനവും ആനന്ദവും അനുഭവിക്കാൻ എങ്ങനെ കഴിയും? യഥാർത്ഥമായ ഹൃദയസമാധാനവും ആനന്ദവും അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന 7 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. 1. ദൈവത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥ ഹൃദയസമാധാനവും ആനന്ദവും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനാൽ ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റി ജീവിതത്തെ ശരിയായി ക്രമപ്പെടുത്തി ദൈവാശ്രയത്തോടെ ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥ ഹൃദയ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർക്ക് വലിയ ഞെരുക്കങ്ങളുടെയും ദുഃഖ ദുരിതങ്ങളുടെയും മധ്യേ പോലും വലിയ സമാശ്വാസം അനുഭവപ്പെടും. തിരുവചനം നമ്മോട് പറയുന്നു, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണം വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നമുക്ക് ഉത്കണ്ഠാകുലരാകേണ്ടി വരില്ല. ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന ദൈവം അവയേക്കാൾ എത്രയധികമായി നമ്മെ സംരക്ഷിക്കും. ഈ ബോധ്യമുണ്ടെങ്കിൽ ശാശ്വതമായ ശാന്തിയും ആഴമായ ഹൃദയ സമാധാനവും നിരന്തരം അനുഭവിക്കാൻ നമുക്ക് കഴിയും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവന് യാതൊരു അനർത്ഥവും ഭയപ്പെടേണ്ടതില്ലെന്ന് 91-ാം സങ്കീർത്തനവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 2. ഉദ്ധിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നുളവാകുന്ന സമാധാനവും ആനന്ദവും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. യോഹന്നാൻ 14:27 എന്ന് ശിഷ്യഗണത്തോട് അരുളി ചെയ്ത കർത്താവ് ഉത്ഥാനശേഷം തൻ്റെ സമാധാനവും ശാന്തിയും കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറച്ചു. അതുപോലെ ഇന്നും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സുകളിൽ ഏത് പ്രതിസന്ധിക്ക് നടുവിലും കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും അവിടെ നിന്ന് നിറയ്ക്കും. ലോകം നൽകുന്ന സമാധാനം പോലെയല്ല കർത്താവ് നൽകുന്ന സമാധാനം. അങ്ങ് നൽകുന്ന സമാധാനം ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയും ഭയവുമെല്ലാം അകറ്റുന്ന ശാശ്വതമായ സമാധാനമാണ്. ഈ സമാധാനമാണ് കതകടച്ച് ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യഗണത്തിന് ഉത്ഥിതനായ കർത്താവ് നൽകിയത്. ഉത്ഥിതനായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവമാണ് നമുക്ക് യഥാർത്ഥമായ ആനന്ദവും സമാധാനവും പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ അതിദാരുണമായ പീഡാസഹനവും കുരിശുമരണവും മൂലം നഷ്ടധൈര്യരും ഭയചകിതരുമായി കഴിഞ്ഞിരുന്ന ശിഷ്യഗണത്തിന് വലിയ ആശ്വാസവും പ്രത്യാശയും സമാധാനവും ആനന്ദവും പകരുന്നവയായിരുന്നു ഉത്ഥാന പ്രത്യക്ഷീകരണ അനുഭവങ്ങളെല്ലാം. യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യഗണത്തിന് സമാധാനം ആശംസിച്ചുകൊണ്ട് ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശുവിനെ കണ്ട് അവർ അത്യധികം ആനന്ദിച്ചു. യോഹന്നാൻ 20:19-21 വരെ. നിരാശപ്പെട്ട് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പാത ഉപേക്ഷിച്ച് പഴയ തൊഴിലുകളിലേക്ക് തിരിച്ചുപോയ ശിഷ്യന്മാർ തിബേരിയോസ് കടൽ തീരത്ത് വച്ച് യേശു തമ്പുരാനെ കണ്ടുമുട്ടിയപ്പോൾ അവർക്കുണ്ടായതും
ജെറുസലേമിൽ നിന്ന് അകന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യർ ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർക്കുണ്ടായതും ഈ യഥാർത്ഥ ആനന്ദത്തിൻ്റെ അനുഭവമായിരുന്നു. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുശരീരം കാണാനും എടുത്തുകൊണ്ട് പോകാനുമായി അമ്മയെ കാണാതെ കരയുന്ന കുഞ്ഞിൻ്റെ വ്യാകുലതയോടെ അന്വേഷിച്ച മറിയത്തിന് ആശ്വാസവും നിത്യാനന്ദവും പകർന്നുകൊണ്ട് അവളെ പേരു വിളിച്ചുകൊണ്ട് ഉത്ഥിതനായ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യോഹന്നാൻ 20:13-17 വരെയുള്ള വാക്യം. ഉണർന്ന് പ്രക്ഷോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുന്നത്. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രക്ഷോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. യെശയ്യാ 60:1-2 വാക്യങ്ങളും 19-20 വാക്യങ്ങളും. ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യാശ പകരുന്നതായിരുന്നു ഈ പ്രവാചക വചസ്സുകൾ. സകല ജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമായ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ യെശയ്യാ പ്രവാചകനിലൂടെയുള്ള ഈ പ്രവചനം നിറവേറി. നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന പ്രത്യക്ഷീകരണം ക്രിസ്തു ശിഷ്യർക്ക് ഇതിലും വലിയ പ്രത്യാശ പകരുന്നവയായിരുന്നു. ഉത്ഥാന പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്ക് വളരുന്നതിന് സഹായിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1. പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിച്ച് പാപവും പാപസാഹചര്യങ്ങളും ഉപേക്ഷിച്ച് സഹനങ്ങളെ രക്ഷാകരമാക്കി മുന്നേറുക. 2. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഉത്ഥാന പ്രത്യാശയോടെ മുന്നേറുക. 3. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രേഷിത തീഷ്ണതയുടെ ജീവിതം നയിക്കുക. സ്വന്തം ക്രിസ്താനുഭവം ആനന്ദത്തോടെ പങ്കുവയ്ക്കുക വഴി നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും വേണം. യഥാർത്ഥ ഹൃദയസമാധാനം അനുഭവിക്കാൻ വേണ്ട 3ാമത്തെ പ്രധാന കാര്യം ദൈവത്തെ മാത്രം പ്രേമഭാജനമായി കരുതി അങ്ങിൽ മാത്രം പരമാനന്ദം കണ്ടെത്തി തിന്മയുടെ വഴികൾ ബോധപൂർവം ഒഴിവാക്കി ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ വളരുക എന്നതാണ്. 4. നമ്മുടെ പ്രത്യാശയെല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത് നാം. ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നു മാറാതെ അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുക. എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങിൽ ശരണപ്പെട്ട് ജീവിക്കുക. 5. അനുതാപമുള്ള ഹൃദയത്തിൻ്റെയും എളിമയുള്ള മനസ്സിൻ്റെയും ഉടമയാവുക. വിനയമുള്ള സ്വഭാവവും പുലർത്തുക. സ്വാർത്ഥതയും അഹങ്കാരവും വെടിഞ്ഞ് നിർമ്മമതയും നിഷ്കാമധർമ്മവും പാലിച്ച് ജീവിക്കുക. 6. പീഡകൾ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സഹിച്ച് രക്ഷാകരമാക്കുക. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 7. ദൈവ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിനുപരിയായി പ്രതിഷ്ഠിക്കുക. ദൈവ തിരുഹിതത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദൈവ തിരുമനസ് പൂർണ്ണമായി നിറവേറ്റി അവിടുത്തെ പ്രീതിപാത്രങ്ങളായി ജീവിക്കുക. ഈ 7 കാര്യങ്ങളും നിരന്തരം ധ്യാന വിഷയമാക്കി സ്വജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അനേകർക്ക് പ്രചോദനമരുളുകയും ചെയ്യാൻ സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.